നാട്ടുകാർ മുഴുവൻ ഇവനിൽ കണ്ടതൊരു ഭൂതഗ്രസ്തനെയാ. നാട്ടുകാർ മുഴുവൻ ഇവനിൽ കണ്ടതൊരു പരാജിതനെ. പക്ഷേ യേശു അവനിൽ കണ്ടത് ദക്കേപ്പൊലിയുടെ ഉണർവുകാരനെയാ. ചെങ്ങലകൾ കൊണ്ട് കെട്ടിയാൽ ചെങ്ങല ഉരുമി പൊട്ടിക്കും. സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിച്ച് പുറത്തു വരുന്ന ദക്കേപ്പൊലിയിലെ സുവിശേഷകൻ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായിരുന്നു. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്യും. യേശുവിനോട് പെർമിഷൻ ചോദിച്ചു. ഉറക്കെ പറഞ്ഞാട്ടെ, കർത്താവിന്റെ മക്കൾ മാത്രം പറഞ്ഞാട്ടെ. സാത്താൻ യേശുവിനോട് അനുവാദം ചോദിച്ചു. കർത്താവ് അനുവദിക്കാതെ ഒരു പിശാചിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്ന് കൂട്ടത്തോടെ കടുംതൂക്കിലേക്ക് ആ കടലിലേക്ക് പാഞ്ഞു ചെന്ന് ചാടി വീർപ്പ് മുട്ടി ചത്തു. ഏകദേശം 2000 പന്നി ഉണ്ടായിരുന്നു. 6000 ഭൂതം 2000 പന്നിയിൽ കയറണമെങ്കിൽ ഒരു പന്നിക്ക് 3 ഭൂതം വെച്ച് കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞത് 3 ഭൂതം വെച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഭൂതം ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പൈശാചിക ശക്തി ആ പന്നിക്കൂട്ടത്തിൽ കയറിയതും പന്നികൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു. വെള്ളത്തിൽ ചാടി ചത്തു. അപ്പൊ പിശാച് ഒരുത്തനെ കൊണ്ട് നടക്കുന്നത്, സാത്താൻ ഒരുത്തന്റെ അകത്ത് കയറുന്നത് നന്നാക്കാനല്ല, നശിപ്പിക്കാനാണ്. എന്നാൽ യേശു നിന്നിൽ വന്നത് നിന്റെ മരണം നീക്കി നിനക്ക് ജീവൻ തരാൻ. ഈ വെള്ളത്തിൽ ചാടിയില്ലേ പന്നിക്കൂട്ടം? സാത്താനല്ല. ഇപ്പൊ 6000 എണ്ണം കടലിൽ ചാടിയിട്ടുണ്ട്. ഇതേ പിശാച്, ഇതേ സാത്താൻ യേശുവും ശിഷ്യന്മാരും ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ. ഈ 13 എണ്ണത്തെ വെള്ളത്തിൽ മുക്കാൻ നോക്കിയതാ. ഇതേ സാത്താൻ യേശുവിനെയും ശിഷ്യന്മാരെയും ആ വെള്ളത്തിൽ മുക്കാൻ നോക്കിയതാ. മരണഭീതി അവരുടെ അകത്ത് കയറി. പിശാച് പ്ലാൻ ചെയ്തു, ഈ പടക് ഗദരദേശത്ത് എത്തരുത്, ഭൂതഗ്രസ്തൻ വിടുവിക്കപ്പെടരുത്. യേശു കർത്താവിനെയും ശിഷ്യന്മാരെയും വെള്ളത്തിൽ മുക്കി തീർക്കാൻ നോക്കിയ അതേ പൈശാചിക വൃന്ദം അതേ വെള്ളത്തിനകത്ത് 14-ാമത്തെ വാക്യത്തിൽ പന്നികളെ മേയ്ക്കുന്നവർ ഓടി വന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്നു. ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. 16-ാം വാക്യം, കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. 17-ാം വാക്യം, അപ്പോൾ അവർ അവനോട് ഞങ്ങളുടെ അതിർ വിട്ടു പോകാൻ അപേക്ഷിച്ചു തുടങ്ങി. 18-ാമത്തെ വാക്യം, അവർ പടകെടുക്കുമ്പോൾ ഭൂതഗ്രസ്തൻ, ദിസ് വെരി ഇമ്പോർട്ടന്റ് വേർഡ്, താനും കൂടെ പോരട്ടെ എന്ന് അവനോട് ചോദിച്ചു. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്നെ വിടുവിച്ചവനെ, എന്നെ രക്ഷിച്ചവനെ, നിന്റെ കൂടെ ഞാനും വരികയാണ്. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ കൂടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് പറഞ്ഞു. 20-ാം വാക്യം പറയുന്നു, അവൻ പോയി തനിക്ക് യേശു ചെയ്തതൊക്കെയും ദക്കേപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. യേശു കർത്താവിന്റെ കൂടെ ഈ 12 ശിഷ്യന്മാർ, യേശു 13 പേരുടെ കൂടെ 14-ാമനായി ഇവനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചു. കൂടെ പോന്നോട്ടെ എന്ന് ചോദിച്ചു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പക്ഷെ യേശു അനുവദിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുമ്പിൽ ചില ജനലുകൾ അടയ്ക്കുന്നത്, ചില കതകുകൾ തുറക്കാൻ വേണ്ടി. നമ്മൾ ദൈവത്തിൽ നിന്നും യെസ് എന്ന് കേൾക്കാൻ ഇരുന്നെടുത്ത് ദൈവം നോ എന്ന് പറയുന്നെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഒരു വലിയ വിടുതൽ നടക്കാൻ. ഒന്നും കൂടെ ആവർത്തിക്കുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് യെസ് എന്ന് കേൾക്കാൻ ആഗ്രഹിച്ചെടുത്ത് ദൈവം നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഒരു അത്ഭുതം സംഭവിക്കാനോ. നാട്ടുകാർ മുഴുവൻ ഇവനിൽ കണ്ടതൊരു ഭൂതഗ്രസ്തനെയാ. നാട്ടുകാർ മുഴുവൻ ഇവനിൽ കണ്ടതൊരു പരാജിതനെ. പക്ഷേ യേശു അവനിൽ കണ്ടത് ദക്കേപ്പൊലിയുടെ ഉണർവുകാരനെയാണ്. ചെങ്ങലകൾ കൊണ്ട് കെട്ടിയാൽ ചെങ്ങല ഉരുമി പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിച്ച് പുറത്തു വരുന്ന ദക്കേപ്പൊലിയിലെ സുവിശേഷകൻ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായിരുന്നു. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്
എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്യും.